വീക്കെൻഡ് 4 എപ്പിസോഡ് 2. മോഹൻലാൽ എൻട്രി ചെയ്യുന്നു. മോഹൻലാൽ അർജുനോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു പവർ ടീമിലേക്ക് എൻട്രി? എങ്ങനെ പവർ ടീമിനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പോലെ എന്തെങ്കിലും പുതുതായി ചെയ്തു? അപ്പോൾ അർജുൻ അവിടെ യൂഷ്വൽ തൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു. ചെയ്തിട്ടുണ്ടില്ല എന്നൊന്നുമല്ല, പക്ഷേ അതിന് കാര്യമായൊരു ഇമ്പാക്റ്റ് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ജിൻഡോ പറയുന്നു, ഞാൻ പവർ ടീമിൽ ഹാപ്പിയല്ല. അപ്പോൾ മോഹൻലാൽ പറയുന്നു, ഒരാളെങ്കിലും സത്യം പറഞ്ഞല്ലോ, സർക്കാസമാണോ എന്നറിയില്ല. രശ്മിനോട് ചോദിക്കുന്നു. രശ്മിൻ പറയുന്നു, അർജുൻ പവർ ടീമിൽ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, പക്ഷേ പുറത്ത് ഓഡിയൻസിന് കുരങ്ങൻ്റെ പൂമാല കിട്ടിയ പോലെയാണ് പവർ ടീം. ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട്. ശ്രീരേഖ പറയുന്നുണ്ട്, കുറച്ച് അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് പവർ ടീം എന്ന നിലയിൽ അവൾ വളരെ പരാജയമായിരുന്നു. കാരണം ഒരു ടീം സ്പിരിറ്റ് ഇല്ലാത്ത പവർ ടീമായിപ്പോയി. ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എനിക്കും അത് തോന്നി. കാരണം അതിൻ്റെ അകത്ത് തന്നെ ഒരു ടീം ഉണ്ടായില്ല. അവർ തമ്മിൽ തന്നെ പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു നല്ല പവർ ടീമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നൂറയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, പവർ ടീമിൻ്റെ ഡിസിഷൻസൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ ഇൻവിസിബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ വിസിബിൾ ആക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് പവർ ടീമിൽ നിന്നുണ്ടായിട്ടില്ല. ഇതിനുശേഷം ജിൻഡോ പഴയ ടീ ഇഷ്യൂ എടുത്തിടുന്നുണ്ട്. ജാൻമണി വന്ന് ചായ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പോൾ പവർ ടീം അങ്ങനെ ഒരു സാധനം ചെയ്യില്ലായിരുന്നു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതെല്ലാവരും കൂടി എടുത്ത ഡിസിഷനാണ്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഡിസിഷനോട് യോജിപ്പില്ലായിരുന്നു. അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല, ഐ മീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചായ ചോദിച്ചു, അതിനവരെ ഇത് ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ മോഹൻലാൽ സർക്കാസമായിട്ട് പറയുന്നുണ്ട്, ആ തീരുമാനം നന്നായി എന്നല്ലേ ജാൻമണി പറയേണ്ടത്? പവർ ടീം എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് വളരെ കൃത്യമായി അവർ പാലിക്കാൻ ശ്രമിക്കുന്നു. അതിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം രാത്രി പലരും അവിടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ രശ്മിൻ ചാടിക്കയറി പറയുന്നുണ്ട്, സാർ അത് പവർ ടീം ഒരാളാണ് ആ സാധനം ബ്രേക്ക് ചെയ്തത്. നൂറ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നൂറയ്ക്കൊരു ഓംലെറ്റ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കോഫി കൊടുത്തു കഴിഞ്ഞാൽ ഓംലെറ്റ് ഉണ്ടാക്കിക്കോന്ന് ജിൻഡോ പറഞ്ഞതായിട്ട് നൂറ പറയുന്നുണ്ട്. ഇതിനുശേഷം അപ്സരയോട് ചോദിക്കുന്നുണ്ട്. അപ്സര പറയുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഈവനിങ് ചില സെഷൻസ് നോമിനേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കുറച്ച് അവസരം കൊടുക്കുന്നു. അത്തരം എഫേർട്സ് നന്നായിരുന്നു. പിന്നെ ശ്രീതു പറയുന്നുണ്ട്, പവർ ടീം ജോളിയായിരുന്നു, പക്ഷേ പവർഫുൾ അല്ലായിരുന്നു. ജാസ്മിൻ പറയുന്നുണ്ട്, പവർ ടീമിൻ്റെ പവർ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അതിലൊരു വളരെയധികം വീഴ്ച തന്നെ പവർ ടീമിന് സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാൽ ജാസ്മിനോട് പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ് ന്യൂ ക്യാപ്റ്റൻ. എന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സിനെ അഭിസംബോധന ചെയ്യാൻ. ജാസ്മിൻ യൂഷ്വൽ ക്ലീഷേ സാധനങ്ങൾ അവിടെ വെക്കുന്നുണ്ട്. പിന്നെയാണ് ജാൻമണി ഇഷ്യൂ അവിടെ ചർച്ചയാകുന്നത്. ജാൻമണിയെ ഹോട്ട് സീറ്റിൽ ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു, കഴിഞ്ഞ ആഴ്ച ജാൻമണി പറഞ്ഞതുപോലെ ഹാപ്പിയാണോ ഹെല്ലാണോ? ജാസ്മിൻ തൻ്റെ പോയിൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഈ ഇഷ്യൂ ആയിക്കോട്ടെ, പ്രാഗലായിക്കോട്ടെ, അങ്ങനെ പല കേസിലും ജാൻമണിയുടെ നിലപാടുകൾ വളരെയധികം തറയായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നെ ശ്രീരേഖ വളരെ കൃത്യമായിട്ടുള്ള ആ ക്ലാസിൻ്റെ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് ഇവിടെ ക്ലാസിൻ്റെ സാധനമില്ല. അതിനെ മോഹൻലാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഒരേ ലെവലാണ്, ഒരേ ക്ലാസ്സാണ്. പിന്നെ ശ്രീരേഖ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ പ്രസ് മീറ്റ് വിളിച്ച് ഇതിലൊരു കണ്ടസ്റ്റൻസിൻ്റെ ജീവിതം ഞാൻ ഇല്ലാണ്ടാക്കും. അപ്പോൾ തന്നെ ജാൻമണി അതിനെ എതിർക്കുന്നുണ്ട്. ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രശ്മിൻ ഈ ഫ്ലോറിൽ കിച്ചൺ വേസ്റ്റ് എറിയുകയും രശ്മിനെ ജിൻഡയോടൊപ്പം ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ ജാൻമണി വന്ന് തേർഡ് ക്ലാസ് ഡ്രാമ പറഞ്ഞത് വളരെ മോശം പ്രവൃത്തിയാണെന്ന് നൂറ പറയുന്നുണ്ട്. അതിനുശേഷം മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, ജാൻമണി അവിടെ ഫെയിൻറ്റ് ചെയ്ത് വീണ ഇഷ്യൂവിനെ കുറിച്ച്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആ പ്രസ് മീറ്റിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് അതിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൂക്കിങ്ങിലാണ് അവർ ഫെയിൻറ്റ് ചെയ്ത് വീണത്. ഞാൻ അവരെ പൊക്കിയെടുത്ത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അർജുൻ പറയുന്നുണ്ട്, എനിക്കത് ജെനുവിനായിട്ട് തോന്നിയില്ല. അപ്പോൾ മോഹൻലാൽ അവിടെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരെങ്കിലും റിയലായിട്ട് ഫെയിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അർജുൻ ക്ലിയർ ചെയ്യുന്നുണ്ട്, അത് അന്നത്തേത് എനിക്കത് ജെനുവിനായിട്ട് തോന്നിയില്ല എന്ന്. പിന്നെ ജാൻമണിയോടായി മോഹൻലാൽ പറയുന്നുണ്ട്, ഈ എല്ലാവരെയും ഈ ശപിക്കുന്നത് അത്ര നല്ല ശീലമല്ല.
അതൊരു ഹെൽത്തി സാധനമല്ല. അപ്പോൾ വീണ്ടും ജാൻമണിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാൻമണി അതൊക്കെ എതിർക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയല്ല എന്ന്. അപ്പോൾ ശരി, BT പ്ലേ ചെയ്ത് കാണാമെന്ന് പറയുന്നു. വീഡിയോ കാണുന്നു. ജാൻമണിയുടെ കിളി അപ്പം തന്നെ പോയി. പക്ഷെ ജാൻമണി ഒരു കാര്യം വീണ്ടും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ് വിട്ട് താഴെ പോവില്ല എന്നൊക്കെ. നല്ല ക്ലാസ്സാണ് ഇതാണെങ്കിൽ, ലോ ക്ലാസ്. ഇതിനോടൊപ്പം അൻസിബയോടും ഋഷിയോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അൻസിബയും ഋഷിയൊക്കെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ജാൻമണി ദാസ് ആണല്ലോ, പറഞ്ഞാൽ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനുശേഷം ശ്രീരേഖ ജാൻമണി ഒരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ജാൻമണി പറയുന്നുണ്ട് ഇവിടെ തമ്പുരാട്ടിയുടെ ഒരു ക്ഷേത്രം ഇവിടെ പണിയണമെന്ന്. അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് നല്ലതാ, പിന്നെ ബിഗ് ബോസ് സമ്മതിക്കുകയാണെങ്കിൽ ക്ഷേത്രം പണിഞ്ഞോളൂ. ഇതാണ് ജാൻമണി എന്ന ബിസിനസ് ക്ലാസ്സിൻ്റെ തേർഡ് ക്ലാസ് ആക്ടിവിറ്റീസ്. സത്യം, ഇവരൊക്കെ എങ്ങനെ ഫിലിം ഫീൽഡിൽ ഇത്രയും ചീപ്പായ ആൾക്കാരുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകുന്നുണ്ട്. പിന്നെ അവിടെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ എടുത്ത് ചോദിക്കുന്നുണ്ട്. ശരണ്യ അന്നത്തെ മൊബൈൽ ബാറ്ററി റീചാർജിങ് ടാസ്കിലെ ഋഷിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഋഷി അതിന് പറയുന്നുണ്ട്, ഞാൻ അവരെ കണ്ടത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്, എനിക്ക് അവരത്ര വലിയ ഫ്രണ്ടൊന്നുമല്ല. ഇതിന് ശേഷം നൂറ പറയുന്നുണ്ട്, ഫ്രണ്ട്സ്, അതായത് ഈ വീട്ടിന് പുറത്ത് എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്, അവരെ ഞാൻ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് രശ്മിനെയാണ്. ഇതിനുശേഷം ജിൻഡയോട് ചോദിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, എൻ്റെ ഗെയിം കാരണം അവരെല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യാണ്, അതുകൊണ്ട് എനിക്കിവിടെ ആരെയും ട്രസ്റ്റ് ഇല്ല, ഒരാളെ വിശ്വസിച്ചിട്ട് കാര്യവുമില്ല. പിന്നെ ജാസ്മിൻ, അത് പിന്നെ അറിയാമല്ലോ, ഓൾറെഡി ഗബ്രി ഗബ്രി ഗബ്രി. അവിടെ പക്ഷേ ജാസ്മിൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഗെയിമാണ്, ഇതിന് പുറത്തൊരു ലോകമുണ്ട്. ആ വിചാരം ഉള്ളത് കൊണ്ടാണോ ജാസ്മിനെ രാവും പകലും പലതും ഗബ്രിക്ക് കാണിച്ചു കൊടുക്കാനും കാണാനും അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും ഡ്രാമ കാണിക്കുന്നതുമെല്ലാം? അപ്പോൾ അത് താങ്കൾക്കും ബാധകമല്ലേ ഈ പറഞ്ഞ കാര്യം? ഇതിനുശേഷം അപ്സര പറയുന്നുണ്ട്, ഏതാണ്ട് ഋഷിയെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന പോലെയാണ് അപ്സര പറയുന്നത്, ഞാനൊരു സൗഹൃദം ആഗ്രഹിക്കുന്നത് അവരെന്നെ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് എൻ്റെ പോസിറ്റീവിനും എൻ്റെ നെഗറ്റീവും അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ അതൊരു നല്ലൊരു സൗഹൃദമായി മാറുള്ളൂ. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ടീമിലാണ്? നെക്സ്റ്റ് ടീമാണ്. അപ്പോൾ അവരെല്ലാവരും എണീക്കുന്നുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ടീമിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ പുറത്ത് ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട്, എല്ലാവർക്കും അവരുടേതായ സൗഹൃദങ്ങളുണ്ട്, അവിടെ ചെന്ന് കയറാൻ എനിക്കൊരു മടിയാണ്. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, ഇത്രയും വലിയ വീട്ടിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ബിഗ് ബോസ് എന്ന ഈ ഗെയിം ഷോ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഏറെ അറിയപ്പെട്ടൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ വൈൽഡ് കാർഡ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് അതിനുശേഷം നടക്കുന്നത്. അഭിഷേക് ജയദീപ് ഫസ്റ്റ് വൈൽഡ് കാർഡ്. LGBT കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്സരെ അദ്ദേഹം ചൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്ലെയറായിട്ട്. പിന്നെ ടാർഗറ്റ് ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗബ്രി എന്ന് പറയുന്നു. പിന്നെ ജാൻമണി, പിന്നെ ജിൻഡോ. പിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രീതു, രശ്മിൻ, ഋഷി, അൻസിബ. അടുത്തത് DJ സിബിൻ. അദ്ദേഹത്തിൻ്റെ ഇൻട്രോ കഴിഞ്ഞ് അദ്ദേഹത്തിനോടും സെയിം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹവും അപ്സരയെ തന്നെ നല്ല ഗെയിമറായിട്ട് ചൂസ് ചെയ്യുന്നു. ടാർജറ്റ് ജാസ്മിൻ, അൻസിബ, ഋഷി, ഗബ്രി. പുറത്താക്കേണ്ടത് അൻസിബയും ഗബ്രിയും. നമ്പർ 3 നന്ദന. എവിടേക്കോ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്നൊരു സംശയം. കളി കണ്ടു നോക്കാം. നന്ദനയും അപ്സരയെ തന്നെ ചൂസ് ചെയ്യുന്നു നല്ല ഗെയിമറായിട്ട്. ടാർജറ്റ് അൻസിബ, ജാസ്മിൻ, ഗബ്രി. വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ആൾ രശ്മിൻ. നെക്സ്റ്റ് വൈൽഡ് കാർഡ് അഭിഷേക് ശ്രീകുമാർ. എന്നെ ഞെട്ടിച്ചു. അഭിഷേക് ശ്രീകുമാർ നൂറെ ചൂസ് ചെയ്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നൂറ ഈ അടുത്തായിട്ട് തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ടാർജറ്റ് ജാൻമണി, ഋഷി, ഗബ്രി. ഇവിടെ നിന്ന് അങ്ങോട്ട് ആരുടെടുത്തും ഈ പുറത്താക്കലിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അതെന്തായാലും നന്നായി. നെക്സ്റ്റ് പൂജ കൃഷ്ണ, യൂട്യൂബ് ഇൻഫ്ലുവൻസർ, ആങ്കർ. എന്നെ സത്യത്തിൽ ഇത് ഞെട്ടിച്ചു. ഋഷിയെ ചൂസ് ചെയ്യുന്നു നല്ല പ്ലെയറായിട്ട്, കാരണം ജെനുവിൻ പേഴ്സൺ എന്ന് പറഞ്ഞ്. ടാർജറ്റ് ജിൻഡോ, ജാൻമണി, ഗബ്രി. അടുത്തത് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ് ഗബ്രിയെ നല്ല ഗെയിം പ്ലാനറായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് എനിക്കിഷ്ടപ്പെട്ടു. ടാർജറ്റും ഗബ്രിയാണ്. അപ്സരയുണ്ട്, രശ്മിനുണ്ട്, കാരണം അവരൊക്കെ സ്ട്രോങ് പ്ലെയേഴ്സ്. പിന്നെ ഞാൻ ജാസ്മിൻ ആൻഡ് ഗബ്രി ഇവരുടെ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കും, കാരണം ആ ബോണ്ട് ഡേഞ്ചറാണ്. അതിനുശേഷം മോഹൻലാൽ പറയുന്നുണ്ട്, ഈ 6 വൈൽഡ് കാർഡ്സ് നാളെ ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്നതാണ്. ഇതിനുശേഷം വീണ്ടും ഹൗസിലേക്ക് എൻട്രി ചെയ്യാണ് മോഹൻലാൽ. എനിക്ക് ഇനിയും ഒരു 500 പോയിൻ്റ് ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് കട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ തൽക്കാലം ചെയ്യുന്നില്ല. ഈ മൈക്ക് ധരിക്കാത്ത ആൾക്കാർ,
അവരൊന്ന് സൂക്ഷിക്കുക. ഇനി പറച്ചിലില്ല, അതവർക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നുണ്ട്. ഇതുപോലൊരു ആക്ഷൻ എടുത്തതാണ് പവനായി ശവമായത്. ഒരു എപ്പിസോഡ് കൂടി അങ്ങനെ അവസാനിക്കുന്നു. വെയിറ്റ് ആൻഡ് സീ.